സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം. വയനാട് ദുരന്തത്തിലെ കണക്കുകൾ വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. പ്രധാനപ്പെട്ട കാര്യം, ഈ കണക്കുകൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ പിന്നെ കേന്ദ്രം എങ്ങനെ പണം നൽകുമെന്നാണ് ചോദിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രം പണം തരുന്നില്ല എന്ന് നിരന്തരം കേരള സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രതിഷേധങ്ങളൊക്കെ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കോടതിയെ പോലും ബോധിപ്പിക്കാൻ പറ്റുന്നില്ലേ സംസ്ഥാന സർക്കാരിന് കണക്ക്? ദിവിഷെ, ആ ആരോപണ പ്രത്യാരോപണങ്ങളെയാണ് ഇന്ന് ഹൈക്കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കില്ല എങ്കിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടുക എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് സർക്കാർ ശരിക്കും ഹൈക്കോടതിയിൽ പ്രതിക്കൂട്ടിലായി മാറുകയാണ് വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ. കാരണം സംസ്ഥാന SDRF ഫണ്ടിലെ പണം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ ഫിനാൻഷ്യൽ ഓഫീസർ നേരിട്ട് കോടതിയിൽ ഹാജരായിട്ട് പോലും കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ആർക്കും കഴിഞ്ഞില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ദുഃഖകരമായ വസ്തുത. അതായത് കണക്കുകളുടെ കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ടോ എന്ന സംശയവും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത് ആ ഒരു ഘട്ടത്തിലാണ്. കാരണം ഇതിൽ ഒരു വ്യക്തത കോടതി ആവശ്യപ്പെടുമ്പോൾ അതിന് മറുപടി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ്. സർക്കാരിനോട് കോടതി ഇന്ന് പ്രധാനമായും ചോദിച്ചൊരു ചോദ്യം എന്നത്, നിങ്ങളുടെ SDRF-ൽ എത്ര തുക ഇപ്പോഴുണ്ട്? അതിന് സർക്കാർ നൽകിയ മറുപടി 677 കോടി രൂപ. കേന്ദ്ര സർക്കാർ എത്ര രൂപ നൽകി? അതിന് നൽകിയ മറുപടി എന്നത് 291 കോടി രൂപ 2 ഘട്ടങ്ങളിലായി നൽകി. അതായത് 31/7/2024 1/10/2024 145 കോടി രൂപ വീതം 291 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് നൽകി. ഇതിൽ 97 കോടി രൂപ സംസ്ഥാനത്തിന്റെ വിഹിതവും കൂടി ചേർത്താണ് ഇപ്പോഴുള്ളത്. അതിൽ 95 കോടി രൂപ സംസ്ഥാന സർക്കാർ ഈ വയനാട് അടക്കമുള്ള മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്തു. ഇപ്പോൾ ശേഷിക്കുന്നത് 677 കോടി രൂപയാണ്. ആ 677 കോടി രൂപയിൽ എത്ര രൂപ വയനാട്ടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കാൻ കഴിയും? ഈ ഒരൊറ്റ സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഹൈക്കോടതിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ സർക്കാരിന് ഇതിന് മറുപടി നൽകാൻ കഴിയുന്നില്ല. സർക്കാർ പറയുന്നത് ഈ ചോദ്യം എപ്പോഴും സർക്കാർ പറയാതെ അത് ദുരിതാശ്വാസ നിധിയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിഹിതമാണ്. മറ്റൊരു സഹായം കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു വയനാടിന് വേണ്ടി എന്നതാണ്. ഇപ്പോൾ കേന്ദ്രമാണെങ്കിലും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള MP-മാർ അമിത്ഷായെ കാണുന്നു. അമിത്ഷാ കൃത്യമായി പറയുന്നത് നവംബർ 13 മാത്രമാണ് വിശദമായ കണക്ക് തന്നിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ വിശദമായി കേന്ദ്ര സംഘമൊക്കെ പഠിച്ച് പരിശോധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിൻ്റെതായ സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ കോടതി തന്നെ പറഞ്ഞ പോലെ ഈ പ്രത്യാരോപണങ്ങൾ നിർത്തിവെച്ചുകൂടെ എന്ന് രണ്ട് ഭാഗത്തോടും കോടതി ചോദിക്കേണ്ട ഒരു അവസ്ഥ എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണ്. അതിൽ സംസ്ഥാന സർക്കാരിനും പ്രധാന പങ്കുണ്ടല്ലേ? തീർച്ചയായും ഈ ബ്ലെയിം ഗെയിം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. എപ്പോൾ പത്രം വായിച്ചാലും കേന്ദ്ര സഹായം സംബന്ധിച്ച പ്രത്യാരോപണങ്ങളാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്നത്, സംസ്ഥാന സർക്കാരിന് എത്ര രൂപ വേണമെന്ന് പണം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കണക്കുകൾ കൃത്യമായി പണം നൽകുന്നയാളെ ബോധ്യപ്പെടുത്തണം. അതായത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇപ്പോൾ കോടതി ചോദിച്ച ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടിയില്ല. കോടതിക്ക് അറിയേണ്ടത് ഈ 677 കോടി രൂപ ഇപ്പോൾ സർക്കാരിന്റെ കണക്കിലുണ്ട്. ആ 677 കോടി രൂപയിൽ എത്ര രൂപ വയനാടിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമെന്നതാണ്. അതിന് മറുപടി നൽകാൻ കഴിയുന്നില്ല. സർക്കാർ പറയുന്ന ഒരു കാര്യം ശരിയാണ്. അതായത് 14 ജില്ലാ കളക്ടർമാരാണ് ഈ ദുരന്ത നിവാരണ ഫണ്ട് ചെലവഴിക്കുന്നത്. അവർ നേരത്തെ മുൻകൂട്ടി പല പദ്ധതികൾക്കുമായി പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ കണക്കുകളൊക്കെ എത്തിയാൽ മാത്രമേ ഈ 677 കോടിയിൽ എത്ര രൂപ ഈ വയനാടിന് വേണ്ടി നൽകാൻ കഴിയുമെന്നത് വ്യക്തമാകുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ പോലും അതിലൊരു വ്യക്തത സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് ഹൈക്കോടതി ഇന്നലെ പരിഗണിക്കുകയും ഇന്ന് ഫിനാൻഷ്യൽ ഓഫീസറോട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഈ കണക്കുകൾ കിട്ടണമെങ്കിൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന വണ്ണം പരിശോധന നടത്തിയ ആ കണക്കുകൾ സർക്കാർ കൊണ്ടുവരികയും അത് കോടതിയെ നൽകുകയും വേണ്ടേ? അപ്പോഴാണ് നമ്മൾ നവംബർ 13 കൊടുത്ത റിപ്പോർട്ടിൽ ഉടനടി നമുക്ക് പണം കിട്ടിയില്ല എന്ന വാദം സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ട് ആരോപണം ഉന്നയിക്കുന്നു എന്ന നിലയ്ക്കാണോ കോടതിയും വിമർശനം ഉന്നയിക്കുന്നത്? ദിവിഷ്, അതേ രീതിയിൽ തന്നെയാണ് കോടതി ഇന്ന് ചോദിച്ചത്. കാരണം പണം ആവശ്യമുള്ളവർ നമ്മളാണ്. നമ്മൾ പണം ആവശ്യപ്പെടുമ്പോൾ ആ നൽകുന്നയാൾക്ക് കൃത്യമായ കണക്ക് കൊടുക്കണം.
ഇതുകൊണ്ട് ഞങ്ങൾക്ക് പണം നൽകണം, ഇതാണ് ഞങ്ങൾ ചെലവഴിച്ച പണം, ഇത്രയും രൂപ ഞങ്ങൾക്ക് ചെലവായിട്ടുണ്ട്, ഞങ്ങളുടെ കൈവശമുള്ളത് ഇത്ര രൂപയാണ് അവിടെ പുനരധിവാസത്തിന് വേണ്ടി വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആ പണം നൽകണം എന്ന് പറയുമ്പോൾ ആ കണക്കുകളിൽ ഒരു വ്യക്തത വേണം. സംസ്ഥാന സർക്കാരിന്റെ SDRF ഫണ്ടിൽ കൃത്യമായും ആ കാര്യത്തിൽ വ്യക്തത ഇല്ല എന്നതാണ് കോടതിയുടെ കടുത്ത വിമർശനത്തിന് കാരണമായത്. ഇന്ന് സർക്കാരിനെ രൂക്ഷമായി കോടതി വിമർശിക്കുക മാത്രമല്ല തുറന്നു കാട്ടുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കോടതിയിലെ ഈ നടപടികൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് ഒരു ആയുധമായി തന്നെ മാറും. കാരണം സംസ്ഥാനത്തിന് കൃത്യമായ കണക്കുകൾ നൽകാൻ കഴിയുന്നില്ല എന്നതാണ് ആ കേന്ദ്ര സർക്കാരിന്റെ എപ്പോഴത്തെ നിലപാട്. അത് സാധൂകരിക്കുന്ന ഒരു പ്രസന്റേഷനായി പോയി ഇന്ന് സംസ്ഥാനം ഹൈക്കോടതിയിൽ നടത്തിയതെന്ന് വളരെ ഗുരുതരമായ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. കേന്ദ്രം സഹായം നൽകുന്നില്ല അല്ലെങ്കിൽ കേരളത്തെ അവഗണിക്കുന്നു എന്ന് നിരന്തരം നമ്മുടെ മന്ത്രിമാരടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് കൃത്യമായ കണക്ക്, ഞങ്ങൾക്ക് ഇത്ര പണം വേണം, ഇത്ര നഷ്ടപരിഹാരം ഉണ്ടായി എന്ന കണക്ക് കോടതിയിൽ ബോധിപ്പിക്കുന്നതിൽ പോലും സംസ്ഥാന സർക്കാർ പരാജയം. എന്നിട്ടാണോ നിങ്ങൾ ഈ കേന്ദ്രത്തെ വിമർശിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും എത്രത്തോളം ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. എന്തായാലും കണക്കുകളുടെ പേരിൽ ഒരു തർക്കം ഉണ്ടാകരുത്. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടതി ഇപ്പോൾ സംസാരിക്കുന്നത്.